ദിവസമായി കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പം 2-3 ദിവസത്തിന് മുന്നേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ. ഈ ഇന്നലെ ചപ്പാത്തിയുടെ അല്ല, അതിന് മുന്നേ ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ, അതാണ് കേട്ടോ ഇത്. അപ്പം അന്ന് എടുത്തതാണ് ലോങ് വീഡിയോ. അത് രാവിലെ ഇപ്പോൾ ഒരു 5:30 മണി ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സ്റ്റാൻഡിനകത്ത് ഫോണൊക്കെ കൊണ്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് രാവിലെ അടുക്കളയിൽ വരുമ്പോൾ കുറച്ച് നേരം പാട്ട് കേൾക്കണം കേട്ടോ. ഞാനിങ്ങനെ അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നിന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജി വരും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് രാവിലെ അയ്യപ്പൻ്റെ ഭക്തി ഗാനങ്ങൾ അങ്ങനെ കേൾക്കും. ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി സിനിമ പാട്ടൊക്കെ, നല്ല പഴയ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ട് നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ അങ്ങ് തീരും. നമ്മളെന്താ പറയുക, വിഷമങ്ങളൊന്നും ഓർക്കത്തില്ല. പാട്ടൊക്കെ കേട്ട് നമ്മൾ അതിനകത്ത് അങ്ങനെ ലയിച്ച് അങ്ങ് നിൽക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അന്ന് ചപ്പാത്തി കൊടുക്കണമായിരുന്നു. അതിന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചപ്പാത്തി പരത്തുവാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. സന്തോഷം, വിളിച്ചതിനും സംസാരിക്കുന്നതിനൊക്കെ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഓരോരുത്തർ എന്നെ വിളിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്ത് സന്തോഷമാണെന്നറിയാവോ. ദൈവമേ, എന്നെ ഇതുപോലെ കണ്ടിട്ട് ഒരാൾ വിളിച്ച് എൻ്റെ വിവരങ്ങൾ തിരക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. ഭയങ്കര സന്തോഷം. സത്യം ഞാനിത് ആകെ അങ്ങ് പകച്ച് നിന്ന് പോയിട്ടുണ്ട്. ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിങ്ങനെ വിളിച്ച് എൻ്റെ ഒരു 2-2:30 ആയപ്പോഴാണ് വിളിച്ച് ഇങ്ങനെ ചേച്ചി വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഇതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ അമ്പരന്ന് പോയി കേട്ടോ എന്ന് വേണം പറയാൻ. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ചേച്ചി ചേട്ടൻ എവിടെയാണ്? ചേട്ടൻ ഇവിടെ ഉണ്ട്. അത് പല വീഡിയോയിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നുള്ളൊരു സംശയം എല്ലാവർക്കും വരുന്നത്. പലതിലും പല കാര്യങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് ഉൾപ്പെടുന്ന ചില വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംശയം വരുന്നത്. നിങ്ങളുടെ കുറ്റമല്ല കേട്ടോ. അപ്പം ഞാൻ ആ സംശയം അങ്ങ് തീർത്ത് തരാം. 2017 ഞാൻ ഈ നാട്ടിൽ വരുന്നത്. ഞാൻ ഈ നാട്ടുകാരിയല്ല ഇപ്പം, പക്ഷേ ഞാൻ ഈ നാട്ടുകാരിയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഈ നാട്ടിലെ വലിയ നാട്ടുകാരിയാണ് കേട്ടോ, അങ്ങനെ വേണം പറയാൻ. ഇപ്പം എന്നെ എല്ലാവർക്കും അറിയാം, എനിക്കും എല്ലാവരെയും അറിയാം കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ പറയും ഞങ്ങളെയും കാട്ടി ഇപ്പം പരിചയം രഞ്ജുവിന് ഇവിടെ എല്ലാവരുമായിട്ടെന്ന് പറയും കേട്ടോ. ഞാൻ അത്യാവശ്യം എല്ലാവരുമായിട്ട് നല്ലതായിട്ട് മിണ്ടുന്ന ഒരാളാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് സഹകരണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല മിണ്ടി സഹകരണമൊക്കെ ഉള്ള ഒരാളാണ്. തിരിച്ചും എന്നോടും എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ നാട്ടുകാരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം സഹോദരിയെ പോലെ ഈ ഒരു വീട്ടിലൂടെ ഞാൻ ഈ നാട്ടുകാരി അല്ലെങ്കിൽ പോലും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വീട്ടിലൂടെ കൊണ്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, എൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അത് വളരെ സന്തോഷമാണ്. അത് എൻ്റെ ഈ നാട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഇങ്ങനെ ഇത്രയും നല്ലതിൽ പോകുന്നത്. അതിൽ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. ജോലി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ ഉണ്ടായിട്ടും ചേച്ചി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. നമ്മൾ ആരുടെയും ബലത്തിൽ ജീവിക്കരുത്. നമ്മുടെ ബലത്തിൽ വേണം നമ്മൾ ജീവിക്കണമെങ്കിൽ. എനിക്ക് എൻ്റെ മക്കളെ വളർത്തണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ മക്കളെ വളർത്താൻ പറ്റത്തുള്ളൂ. പഠിപ്പിക്കണമെങ്കിൽ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുന്നേ പത്തനാപുരത്താണ് താമസിച്ചിരുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലോങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പത്തനാപുരത്താണ് താമസിച്ചിരുന്നത്. എൻ്റെ ഭർത്താവ്, അതായത് എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയതാണ്. മരിച്ചുപോയി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൂത്ത ആൾക്ക് 5 വയസ്സ്, ഇളയാൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ചേട്ടൻ മരിക്കുന്നത്. മരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിക്കുന്ന കാരണമെന്ന് വെച്ചാൽ ഈ വീട്ടിലൂണ് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. വീട്ടിലൂണ് തുടങ്ങി മക്കളൊക്കെ പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും. അപ്പോൾ എനിക്കിങ്ങനൊരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരാൾ കൂടെ വേണം, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാൾ വേണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ കല്യാണത്തിനായിട്ട് നിന്നത്, കല്യാണം നടത്തിയത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാവുന്നു കേട്ടോ. 3 വർഷം വരുന്ന ജനുവരിയിൽ 3 വർഷമാവും. അദ്ദേഹം ഈ നാട്ടുകാരനാണ് കേട്ടോ. കൃഷിപ്പണിയായിട്ട് പോകുന്നു. അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചതാണ് എന്നെ. ആദ്യത്തെ ഡിവോഴ്സാണ്. അദ്ദേഹത്തിന് 2 ആമക്കളാണ്, എനിക്കും 2 ആമക്കളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇത് സ്ഥലം എവിടെയാണ്
എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് കൊല്ലം കരുനാഗപ്പള്ളി നമ്മളെ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ മലനട ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്. അങ്ങനെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. അപ്പം ഇത് ചേട്ടൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് ചില ഈ ഹോം നേഴ്സ് വീട്ടിൽ ജോലിക്ക് വന്നു അപ്പോഴൊന്നും ചേട്ടനില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ സംശയം തോന്നും, അയ്യോ ചേട്ടൻ എന്തി. അപ്പോൾ ഇതാണ്, ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഒരുപാട് വർഷം 3-4 വർഷം കഴിഞ്ഞിട്ടല്ല, 5 വർഷത്തിനാണ് ശേഷമാണ് വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ. ഈ നാട്ടിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വിശേഷമൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ടിരിക്കുവാണ്. അപ്പോൾ എളുപ്പം എല്ലാവരും വരുന്നേ കേട്ടോ. അപ്പോൾ ഇതുവഴി പോകുന്ന എല്ലാവരും ഇവിടെ വരിക, ചോറ് കഴിച്ചിട്ടേ പോകാവൂ. പിന്നെ വേറെ വിശേഷം എന്തുവാ, എൻ്റെ മക്കളുമാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് 2 മക്കളുമാരാണ്. മൂത്ത ആൾ BSc നഴ്സിങ്ങിന് ഇപ്പോൾ 2ാം വർഷമാണ് കേട്ടോ പഠിക്കുന്നത്. ആൾക്ക് ലോണില്ലാതെ പഠിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.